നമ്മളൊന്നും പഠിച്ച സ്കൂളും കോളേജും ഒന്നുമല്ല ഇപ്പോൾ. ഇപ്പോൾ ഈയിടെ ഭരണഘടനാ ദിനം എന്നിട്ടൊന്ന് BJP കാരണം ദിനങ്ങളൊക്കെ കോൺഗ്രസ്സിലുണ്ടാക്കിയതായതുകൊണ്ട് സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം, ശിശുദിനം, അധ്യാപക ദിനം എന്നൊക്കെയാണല്ലോ നമ്മുടെ ദിനാചരണങ്ങൾ. ഞങ്ങളവക ഒരു ദിനം ഇരിക്കട്ടെ എന്ന് പറഞ്ഞാണ്ട് BJPക്കാർ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതൽ ഭരണഘടന വിരുദ്ധ ദിനം ആചരിച്ചിരിക്കുക. ഇന്ത്യയുടെ ഭരണഘടനയുടെ ചരിത്രം പരിശോധിച്ചാൽ ഭരണഘടനയിൽ മതനിരപേക്ഷത ഉൾക്കൊള്ളിച്ചപ്പോൾ അതിനെ ഏറ്റവും ശക്തമായിട്ട് എതിർത്തത് BJP. ഈ ഭരണഘടന വേണ്ട, ഈ ഭരണഘടനയ്ക്കെതിരായിട്ട് നിന്നവരാണ് അവർ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇന്ത്യയുടെ ഭരണഘടന ശക്തമായി ചർച്ച ചെയ്യുമ്പോൾ വകുപ്പുകൾ ഓരോന്നും വെച്ച് സ്വതന്ത്ര ഇന്ത്യയിൽ മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശ പരിരക്ഷയുടെ ഭരണഘടന ചർച്ച ചെയ്യുമ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മതനിരപേക്ഷതയ്ക്ക്, സാധാരണക്കാരനെ സംരക്ഷിക്കാൻ, നമ്മുടെ സംഭരണം നിലനിർത്താൻ ഒക്കെ വേണ്ടി ഉള്ള വകുപ്പുകൾ ഭരണഘടനയിൽ എഴുതി ചേർക്കാൻ ചർച്ച ചെയ്യുമ്പോൾ അതിനെ പൂർണ്ണമായി എതിർത്ത ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഗോൾവാൾക്കർ. ഭരണഘടനയിലെ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ അന്ന് RSS സജീവമായി പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ വലിയ വർഗീയതയുടെ ഒരു അന്തരീക്ഷമുണ്ട്. 100,000 ആളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ബോംബെയിൽ RSS, അന്ന് ഇപ്പോഴത്തെ RSS ഇല്ല, അധികാരമുള്ള RSS ഇല്ല, 100,000 ആളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബോംബെയിൽ ഒരു പ്രകടനം നടത്തി. വലിയ പ്രകടനമായിരുന്നു. അതിന് ഏറ്റവും കർശനമായി വിമർശിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. RSSന്റെ ഈ നയത്തെ ഒരിക്കലും അനുവദിക്കില്ല, നിലപാടിനെ അനുവദിക്കില്ല എന്ന് ശക്തമായി പറഞ്ഞ നെഹ്റുവാണ്. ഗോൾവാൾക്കർ 100,000 ആളെ വെച്ച് ബോംബെയിൽ വലിയ പൊതുയോഗം സംഘടിപ്പിച്ച് വെല്ലുവിളിച്ചപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ അതേ ബോംബെ പട്ടണത്തിൽ 6,00,000 മനുഷ്യരെ അണിനിരത്തിക്കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവിടെ പോയി പ്രസംഗിക്കുകയും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുമെന്നും RSSന്റെ വെല്ലുവിളി അംഗീകരിക്കുകയില്ല എന്നും പ്രഖ്യാപിച്ചു. ഇപ്പം നിങ്ങൾ നോക്കൂ, ഇവർ ഭരണഘടനയെ മുഴുവൻ തകർക്കുന്നവരാണ്. എന്നിട്ട് അവർ ഭരണഘടനാ ദിനം ആചരിക്കുക. തഞ്ചം കിട്ടി അപ്പം ഈ ഭരണഘടനയെ തകർക്കും. അന്നൊരു പ്രസംഗം നടത്തി ഇന്ത്യയുടെ ഇന്നത്തെ പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ അവരുടെ പ്രസംഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പണ്ഡിറ്റ് നെഹ്റുവിനെ കുറിച്ചൊരു വാക്കില്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യ ആഘോഷ പരിപാടികളുണ്ടായി. അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെൻറ് വരച്ചു വെച്ച ചിത്രങ്ങളിൽ എവിടെയും പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ പേരില്ല. പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ സ്മാരകമായി നിന്നിരുന്ന തീൻമൂർത്തി ഭവൻ അതിൻ്റെ നെഹ്റു സ്മാരകം എന്ന പേര് മാറ്റി. എത്ര വലിയ മരിച്ചുപോയ നെഹ്റുവിനോട്, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയ ഹീറോ ആയ പണ്ഡിറ്റ് നെഹ്റുവിനോട്, ചെറുപ്പക്കാരുടെ ആവേശമായ നെഹ്റുവിനോട് എന്താ RSS ഈ സമീപനം സ്വീകരിക്കുന്നത്? ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് ഈ സമീപനം സ്വീകരിക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി കരുത്തോടുകൂടി നിലനിന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ ചിത്രം എന്താ? അങ്ങനെ നിൽക്കാൻ പാടില്ല എന്നൊരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ നിലയുറപ്പിച്ചപ്പെടെ ഞങ്ങൾ എതിരാളികൾ എന്താ പറയുക? കമ്മ്യൂണിസ്റ്റുകാർക്ക് മുസ്ലിം പ്രീണനമാണ് പറയും. അവർ കുറ്റായി. മുസ്ലിമിനെ ആക്രമിച്ചപ്പോൾ ആക്രമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം പ്രീണനമാണ്. ആരാ പറയുന്നത്? കോൺഗ്രസ്സുകാരാണ്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പാണക്കാട്ടെ തങ്ങളൊന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഞങ്ങൾക്കെതിരായിട്ട് മുസ്ലിം പ്രീണനം നടത്താണ് CPM. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് വോട്ട് പറഞ്ഞത്. ശരിയായ നിലപാടിനോടുള്ള ഇവരുടെയൊക്കെ സമീപനത. പക്ഷേ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ചിലപ്പോൾ തിരഞ്ഞെടുപ്പ് തോറ്റു എന്ന് വരും, ചിലപ്പോൾ ജയിച്ചു എന്ന് വരും, ചിലപ്പോൾ സഖാക്കൾ മരിച്ചു എന്ന് വരും, പോരാടും. ഒരു കാര്യം ഉറപ്പാണ്, ശരിയായ നിലപാടിൽ നിന്നും വിട്ടുവീഴ്ച ചെയ്ത് കീഴടങ്ങില്ല കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊന്നും ആർക്കും സംശയം ഉണ്ടാവേണ്ടിയില്ല. ശരിയായ നിലപാടുകളിലാണ് പാർട്ടി നിലയുറപ്പിക്കുക. അങ്ങനെ നിലയുറപ്പിക്കുമ്പോൾ ശത്രുക്കളുണ്ടാവും. പക്ഷേ കേരളം എന്ന് പറയുന്ന ഈ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ ഇടതുപക്ഷ കടന്നാക്രമണം ലോകത്ത് നടക്കുമ്പോൾ, സാമ്രാജ്യത്വ കടന്നാക്രമണങ്ങൾ പുരോഗമന ആശയങ്ങൾക്ക് നേരെ നടക്കുമ്പോൾ, അതിൻ്റെ എല്ലാ തലത്തിലുമുള്ള കടന്നാക്രമണങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ, ഇന്ത്യയിൽ ഏറ്റവും പ്രാകൃതരായ RSSകാർ അധികാരത്തിലിരുന്നു കൊണ്ട് രാജ്യത്തിൻ്റെ നന്മകൾ തല്ലിക്കെടുത്തുമ്പോൾ ഈ കേരളം പ്രഖ്യാപിച്ചത് 5 വർഷം കഴിഞ്ഞ് നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിൽ
തുടർ ഭരണവും കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയന് കൊടുത്താൽ മതി എന്ന് തീരുമാനിച്ച നാടാണ് കേരളം. അതുതന്നെയാണ് ഇപ്പോഴൊരു പുതിയ പ്രത്യേകത. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ? കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ ഗൂഢാലോചന നടക്കുന്ന ഒരു സന്ദർഭമാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു ഇടതുപക്ഷ തുടർ ഭരണം കേരളത്തിലുണ്ടായി. കേരളം വലിയ മാതൃകകൾ നമ്മുടെ നാട്ടിന് കാണിച്ചു, ഉണ്ടാക്കി കൊടുത്തു. വെറുതെയാണോ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടായത്? ഒരു ഗവൺമെന്റ് മാത്രമാണോ കേരളത്തിലുണ്ടായത്? ഈ RSS വൽക്കരിക്കപ്പെട്ട വലതുപക്ഷവൽക്കരിക്കപ്പെട്ട ഇന്ത്യയിൽ ബാക്കി ഏറ്റവും വലിയ ബൂർഷ്വാ പാർട്ടിയായ കോൺഗ്രസ് ഒക്കെ വലിയ തോതിൽ തകർന്ന ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയും, ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ കോൺഗ്രസ് ഞങ്ങളെ രക്ഷിക്കും. അങ്ങനെ ഉണ്ടല്ലോ, കുറച്ചാൾക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോൺഗ്രസിന് മാത്രമേ BJP-നെ തടുക്കാൻ കഴിയുവാണ്ട് വോട്ട് ചെയ്താൽ കുറച്ചാൾക്കാരുടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചവരും ഉണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിയേ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് 4 കഴിഞ്ഞു. അതിൽ കോൺഗ്രസ് മുന്നിൽ നിന്ന് BJP-യെ തോൽപ്പിക്കേണ്ട 2 സംസ്ഥാനങ്ങൾ, ഒന്ന് ഹരിയാന, അനുകൂലമായി ജനങ്ങൾ ഇടതുപക്ഷ ഇന്ത്യ ബ്ലോക്കിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയ സ്ഥലമാണ് ഹരിയാന. കൂടുതൽ വോട്ട് കോൺഗ്രസ് മുന്നണിക്ക, ഇന്ത്യ മുന്നണിക്ക. BJP-ക്ക് തിരിച്ചടി നേരിട്ടു. എന്നാൽ അത് കഴിഞ്ഞ് നിയമസഭ വന്നപ്പോഴോ കോൺഗ്രസ് തോറ്റു. ആ ചുമതല നിർവഹിക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല. ഇപ്പോഴോ അതിനെ തുടർന്ന് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഏറ്റവും കൂടുതൽ സീറ്റിൽ കോൺഗ്രസ്സാണ് മത്സരിച്ചത്. എന്താ സംഭവിച്ചത്? BJP-യും BJP-യുടെ മുന്നണിയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദയനീയമായി തോറ്റ മഹാരാഷ്ട്രയിൽ BJP അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്താ തെളിയിക്കുന്നത്? കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ? എന്നാൽ ഇന്ത്യ മുന്നണിയിലെ തന്നെ മറ്റൊരു ഘടകകക്ഷിയായ ഫറൂഖ് അബ്ദുള്ളയുടെ പാർട്ടി ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ജമ്മു കശ്മീരിൽ BJP തോൽപ്പിച്ചു. കോൺഗ്രസിന് കൊടുത്ത എല്ലാ സീറ്റും തോറ്റു, ഒന്നൊഴികെ എല്ലാ സീറ്റും ഒരു തോറ്റുപോയി. പക്ഷെ കശ്മീർ ജനത കോൺഗ്രസിന് BJP തോൽപ്പിച്ചല്ലോ. ജാർഖണ്ഡ് മുക്തി മോർച്ചയിൽ നേതൃത്വം കൊടുത്തത് BJP വിരുദ്ധമായ നിലപാടിന് ജനങ്ങൾ അംഗീകാരം നൽകിയില്ലേ? കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ? കോൺഗ്രസ് ഇപ്പം കണ്ടാ പോരുന്നത് ആര്? രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് പോന്നു, വയനാട്ടിൽ വന്ന് ജയിച്ചു. ലീഗർക്ക് ഒരു സമാധാനമുണ്ട്, ആ പച്ചക്കൊടി ഒന്ന് വീശാൻ പറ്റി. അന്ന് കഴിഞ്ഞൊരു ഈ പച്ചക്കൊടി വീശി പിന്നെ താഴത്തേക്ക് വെച്ചതാ. വീണ്ടും വയനാട്ടിൽ ഇക്കുറി വന്നു. ഇക്കുറി വന്നപ്പോൾ പച്ചക്കൊടി വീശി നോക്കിയങ്ങൾ. അവിടുന്ന് ആദ്യം രാഹുൽ ഗാന്ധി വന്നു, പിന്നെ പ്രിയങ്ക ഗാന്ധി വന്നു. ഇന്ന് ഞാൻ രാവിലെ ഒരു കുറിപ്പിൽ, പ്രമുഖനായ ഒരു ഇന്ത്യൻ രാഷ്ട്രീയ നിരീക്ഷകൻ എഴുതിയൊരു കുറിപ്പിലുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നല്ല വയനാട് നാഷണൽ കോൺഗ്രസ് എന്നുള്ളതാണ് ഇന്നത്തെ കോൺഗ്രസ് എന്നെഴുതിയൊരു ലേഖനം ഞാൻ പോരുമ്പോൾ വഴി നിന്ന് വായിച്ചുകൊണ്ട് വന്നതാണ്. ഇങ്ങോട്ട് പോരേണ്ടി വരികയാണ്. എന്താ അത് സൂചിപ്പിക്കുന്നത്? എന്താ? കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കാൻ ആ ലക്ഷ്യത്തിന്റെ മുന്നിലാണ് കോൺഗ്രസ് നേതൃത്വം. BJP ആ ലക്ഷ്യത്തിലാണ്. പണ്ട് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെ തോൽപ്പിക്കാൻ കൂട്ടമായി വന്ന് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. EMS-നെ തോൽപ്പിക്കാൻ വന്നിട്ടുണ്ട്. ഡസൻ കണക്കിന് കോൺഗ്രസ് MLA-മാർ, മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരുമാണ് 1960-ൽ EMS-നെ തോൽപ്പിക്കാൻ നമ്മുടെ ഈ പുഴയുടെ അക്കരെ മുഴുവൻ വന്ന് നടന്നത്. EMS തോറ്റില്ല. പല സന്ദർഭങ്ങളിലും അങ്ങനെ അവരിവിടെ വന്ന് നമ്മളെ തകർക്കാൻ വലിയ ശ്രമം നെഹ്റുവിൻ്റെ കാലം മുതൽ ഇന്ദിരാഗാന്ധി നേതൃത്വത്തിൽ പ്രത്യേകിച്ച് നടത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള ആൾ മത്സരിക്കലും ഇവിടെയുള്ള ആൾക്കാരെ തോൽപ്പിക്കലും വരുന്നു. കേരളത്തിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനുള്ള സമരത്തിൻ്റെ ഏറ്റവും മുന്നിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും സമുന്നതരായ നേതാക്കൾ തന്നെ നിൽക്കാൻ പോകുന്നു, നിൽക്കും എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടത്. ആദ്യം രാഹുൽ ഗാന്ധി, പിന്നെ പ്രിയങ്ക ഗാന്ധി. ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട്, ലീഗർക്ക് കിട്ടാനുള്ളത് കിട്ടി. തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് വണ്ടിയിലൊക്കെ കയറ്റി ഇവരൊക്കെ കൊണ്ടുനടന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ച്
വിജയാഹ്ലാദ ഘോഷയാത്രയ്ക്ക് വന്നപ്പോൾ ഇവരെ കണ്ടില്ല എന്ന പരിഭവം പറയേണ്ട ഗതികേട് ലീഗർക്ക് ഉണ്ടായി എന്നാണ് ഇന്ന് ഞാൻ പത്രത്തിൽ വെച്ച്. വലിയ സങ്കടമായത്രേ, കയറ്റിയില്ല എന്നാണ് പറഞ്ഞത്. വിളിക്കാത്തതുകൊണ്ട് ലീഗർ സ്വീകരിക്കാനും പോയില്ല എന്ന് വായിച്ചു. പക്ഷേ വളരെ കൃത്യമായ ലക്ഷ്യം സമൂഹത്തിന് മുന്നിലേക്ക് അവർ കൊണ്ടുവന്നു. കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കുക എന്ന ചുമതല ഒരുമിച്ച് BJP പോലെ, ഹിന്ദു വർഗീയവാദിയെ പോലെ, കേരളത്തിലെ UDF, അതിൽ തന്നെ കോൺഗ്രസിൽ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം ഒരുമിച്ച് കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കാൻ വരികയാണ്. നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല, ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ തകർക്കാൻ ഇവിടെ വിമോചന സമരം ഉണ്ടാക്കി. ആ വിമോചന സമരം നേതൃത്വം ആർക്കായിരുന്നു? കേരളത്തിലെ എല്ലാ ജാതിമത ഘടകങ്ങൾക്കുമായിരുന്നു. കോൺഗ്രസിന് പുറമെ എല്ലാ ജാതിമത ശക്തികളും അതിൽ പങ്കെടുത്തു. ലീഗർ പങ്കെടുത്തു, ക്രിസ്ത്യൻ മതസ്ഥാപനങ്ങൾ പങ്കെടുത്തു, ജാതി പ്രസ്ഥാനങ്ങൾ പങ്കെടുത്തു. അവരെല്ലാം ഒരുമിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അടിത്തറയെ തകർക്കാൻ ശ്രമിച്ചു. മറ്റൊരു കാര്യം കൂടി നമ്മൾ കണ്ടു. അതിന് വലിയ തോതിലുള്ള ധനസഹായം ലോക സാമ്രാജ്യത്വം നൽകി, അമേരിക്ക നൽകി. ആ വിമോചന സമരം കഴിഞ്ഞപ്പോൾ നേതാക്കന്മാരെ മുഴുവൻ യൂറോപ്യൻ യാത്ര കൊണ്ടുപോയി, അമേരിക്കൻ യാത്ര കൊണ്ടുപോയി. ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ മുഴുവൻ ഒരുമിച്ചാണ് 1957 വിമോചന സമരം നടത്തി ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ഇവിടെ നിന്ന് മാറ്റിയതെങ്കിൽ അതുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും 67 EMS വന്നു. പിന്നെ നായനാർ 3-4 തവണ വീണ്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയായി. VS മുഖ്യമന്ത്രിയായി, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. ഇപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ത്യയിൽ ഈ BJP ഭരിക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു. 57 മുതൽ 60 മുതൽ തുടങ്ങിയ ആ പരിശ്രമം ഇവിടെ വിജയിച്ചിട്ടില്ല എന്നതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനും അതിൻ്റെ അടിത്തറ ഇല്ലാതാക്കാനുമുള്ള പരിശ്രമത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. വളരെ ഗൗരവപൂർവ്വം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അടിത്തറ തകർക്കുക, കേരളത്തിലെ CPIM-നെ തകർക്കുക, കേരളത്തിലെ ഇടതുപക്ഷ മനോഭാവത്തെ ഇല്ലാതാക്കുക. ശക്തമായ പ്രവർത്തനമാണ് ആ നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുതലാളിമാർ, സാമ്രാജ്യത്വ ശക്തികൾ, വർഗീയവാദികൾ, ജാതിശക്തികൾ, എല്ലാ പ്രതിലോമ ശക്തികളും ഈ കേരളത്തിലെ CPIM-ന്റെ അടിത്തറ തകർക്കാൻ വളരെ ബോധപൂർവമായി പരിശ്രമിക്കുന്ന ഒരു ചരിത്ര സന്ദർഭമാണ്. അവിടെ തന്നെ വരും ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ സംവാദ സംഘർഷങ്ങളുടേതാണ്, ഒരു സംശയമില്ല. പിണറായിയെ, പാർട്ടിയുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും നടക്കും. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ വലിയ തോതിൽ ഇവിടെ പണമിറക്കി പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ TV-യിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും. മര്യാദക്കാരാണോ ആ TV ഒക്കെ നടത്തുന്നത്? നല്ല മനുഷ്യരാണോ അത് നടത്തുന്നത്? ആ പണമിറക്കുന്നവരുടെ പിന്നിലേക്ക് നോക്കിയാൽ, പത്രത്തിൽ പ്രവർത്തിക്കുന്നവരല്ല, പണമിറക്കിയവരുടെ പിന്നിലേക്ക് നോക്കിയാൽ വലിയ തോതിലുള്ള മോശപ്പെട്ട തെറ്റായ രൂപത്തിൽ സംഘടിപ്പിച്ച പണാധിപത്യത്തിന്റെ കരുത്തിലാണ് അവർ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ നടത്തി പോകുന്നത്. ലേഖന്മാരൊക്കെ ശമ്പളത്തിന് വേണ്ടി പ്രവർത്തിച്ച് അതിൽ പ്രവർത്തിച്ചു പോണവരാ. അതിന് മുതലാളിമാരുടെ വർഗപരമായ ഉള്ളടക്കത്തിലേക്ക് നോക്കിയാൽ മതി. അവരുടേതാണ് മാധ്യമങ്ങൾ. അതിനെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായ പൊതുബോധ നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ വലിയ തോതിൽ ഇടതുപക്ഷ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്, വർഗീയത പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്, തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മൂല്യബോധം സൃഷ്ടിക്കു വേണ്ടിയാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. വലിയൊരു ഗൂഢാലോചനയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ എന്തെങ്കിലും ദോഷം ചെയ്തവരാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെങ്കിൽ ഈ കേരളമുണ്ടോ? കേരളത്തിൽ വർഗീയ സംഘർഷങ്ങളുണ്ടോ? വർഗീയവാദികൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ. നിങ്ങൾ രാവിലെ ഇറങ്ങി ചുറ്റി നടന്നു നോക്കിയാൽ മതി. ആനമങ്ങാട് ഇന്ന് നിങ്ങൾ പെരുന്തമണ്ണ പോയി തിരിച്ചു വരുമ്പോൾ തന്നെ ഒരുപാട് വർഗീയവാദികളെ വഴി കാണാൻ പറ്റും. നല്ല വർഗീയവാദിയായിരിക്കും. ഭൂരിപക്ഷമല്ല, ഭൂരിപക്ഷമൊക്കെ മതനിരപേക്ഷ പോകുന്നവരാ. നല്ല ഒന്നാം തരം വർഗീയവാദികൾ നമ്മുടെ നാട്ടിലുണ്ട്. പലതരത്തിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. ആ വർഗീയ ശക്തികൾ ഏത് തരത്തിൽപ്പെട്ടതായാലും നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുക, ഒന്നിക്കുകയാണ്. ഇവരെല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നടത്തിയ പ്രവർത്തനം
നമ്മുടെ സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കിയെന്ന് തന്നെയാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. ഇന്ത്യയിൽ എവിടെ നോക്കിയാലും ലോകത്തെവിടെ നോക്കിയാലും വലിയ തോതിലുള്ള ഉച്ചനീചത്വമുണ്ട്. സാധാരണക്കാരായ മനുഷ്യർക്ക് ഭേദപ്പെട്ടൊരു ജീവിതം അനുവദനീയമല്ല, ലഭ്യമല്ല. അമേരിക്ക പോലെയുള്ള വികസിത മുതലാളിത്ത രാജ്യം മുതൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മൂന്നാം ലോക രാജ്യരാഷ്ട്രം വരെ നമ്മൾ കാണുന്ന ഒരു പൊതുകാഴ്ചയാണ്. അതിദരിദ്രരായ ഒരുപാട് ആളുകളുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രത്യേകത എന്താ? 24% ആളുകൾ അതിദരിദ്രരാണ്. 24%. അപ്പൊ 140 കോടി ജനങ്ങൾ ഇന്ത്യയിൽ 10% ആണെങ്കിൽ 14 കോടിയായില്ലേ? 20% ആണെങ്കിൽ 28 കോടിയായില്ലേ? 24% ആണെങ്കിൽ ഒരു 10-38 കോടിയായില്ലേ? 40 കോടിയോളം ജനങ്ങൾ അതിദരിദ്രരാണ് ഇന്ത്യയിൽ. ഭക്ഷണമില്ല, പാർപ്പിടമില്ല, തെരുവിൽ കിടക്കേണ്ടി വരുന്നു, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല. ഇങ്ങനെ അതിദരിദ്രരായ 24% ജനങ്ങളുണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തിനകത്ത്. സ്വാതന്ത്ര്യത്തിന്റെ ഒരു നന്മയെ അനുഭവിക്കാൻ കഴിയാത്തവർ. എന്നാൽ കേരള സംസ്ഥാനത്തിന്റെ പ്രത്യേകത എന്താ? കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളത്തിൽ അതിദരിദ്രനായ ഒരാളില്ല എന്നുള്ള അഭിമാനമാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ അഭിമാനം. എന്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാടിനു വേണ്ടി ചെയ്തു എന്ന ചോദ്യത്തിന്റെ ഏറ്റവും വലിയ ഉത്തരമാണത്. ഒരതിദരിദ്രനില്ലാത്ത നാടായി കേരളത്തെ മാറ്റി കമ്മ്യൂണിസ്റ്റുകാർ. ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അംഗീകരിച്ച പ്രമേയത്തിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ പാർട്ടി അംഗീകരിച്ച, സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച പ്രമേയത്തിൽ നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ ജോലി അതിദാരിദ്ര്യമില്ലാതാക്കുന്നതാണ്. സത്യപ്രതിജ്ഞ ചെയ്ത സഖാവ് പിണറായി പറഞ്ഞു, ഒന്നാമത്തെ ജോലി അതിദാരിദ്ര്യമില്ലാതാക്കുന്നതാണ്. അധികാരം കിട്ടി 1 കൊല്ലത്തിൻ്റെ ഇടയിൽ അതിദരിദ്രരെ മുഴുവൻ കണ്ടെത്തി അവരെ സമൂഹ പൊതുധാരയിലേക്ക് കൊണ്ടുവന്നു ഈ ഗവൺമെന്റ്. തെറ്റാണോ? ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഭവനരാഹിത്യമാണ്, വീടില്ല. ഇപ്പൊ ലാറ്റിൻ അമേരിക്കയിലൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വീടുണ്ടാവില്ല. മഹാഭൂരിപക്ഷം ജനങ്ങള് ഈ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി അതിൽ കിടക്കുക. വികസിത രാജ്യങ്ങളിൽ ഫ്രാൻസിലെ പിന്നെ നമ്മൾ പാരീസ്, ലണ്ടൻ, റോം, ന്യൂയോർക്ക് ഇവിടെയൊക്കെ പോയാൽ കാണാൻ ഏറ്റവും വലിയ കാഴ്ച എന്താ? വീടില്ലാത്ത 10,000-കണക്കിന് ആളുകളാണ്. പാരീസ് നഗരത്തിലൊരാൾ ചെന്നാൽ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാൽ വൈകുന്നേരം 5 മണിക്ക് ഒരു ബസ് ഇങ്ങനെ പോയി നിൽക്കണതാണ്. ആൾക്കാർ വന്ന് കയറണം കാണാം. ആ ബസ് വീടില്ലാത്തവരെ കയറ്റി കൊണ്ടുപോകുന്ന ബസ്സാണ്. ബസ്സിൻ്റെ നിറം കണ്ട ആൾക്കാർക്ക് അറിയാം. വീടില്ലാത്തവർ ആ ബസ്സിൽ കയറി ആ ബസ്സുകളെ നൈറ്റ് ഷെൽട്ടർ കൊണ്ടാക്കി. അവിടെ നിങ്ങൾക്ക് കടന്നുറങ്ങാം, ഇത്തിരി കഞ്ഞിയും കിട്ടും. രാവിലെ നിങ്ങൾ വീണ്ടും ആ ബസ്സിൽ കയറും. പിന്നെ നിങ്ങളെ റോട്ടിൽ ഇറക്കി വിടും. വൈകുന്നേരം പിറ്റേന്നും വരും. വീടില്ല. 10,000-കണക്കിന് മനുഷ്യരാണ് ഈ പാരീസിൽ. 10,000-കണക്കിന് മനുഷ്യരാണ് എല്ലാ യൂറോപ്യൻ നഗരങ്ങളിലെ പട്ടണങ്ങളിലും. അമേരിക്കയിലാണെങ്കിൽ ബസ്സൊന്നും വരില്ല, നേരെ ആട്ടിത്തെളിച്ച് പാർക്ക് കൊണ്ടുപോകും. 10 മണി കഴിഞ്ഞാൽ പാർക്ക് കടന്നുറങ്ങാം. 5 മണിയാകുമ്പോൾ അമേരിക്കയിൽ പോലീസിനെ തട്ടി ഇങ്ങനെ വിളിക്കും. എന്തിന്? 5 മണി വരെ പാർക്ക് കിടക്കാൻ പറ്റും, ഇവിടുന്ന് വിട്ടോ എന്ന് പറയും. നമ്മൾ പാർക്കിലേക്ക് നടക്കാൻ ചെല്ലുമ്പോൾ പാർക്ക് ക്ലീനാ. 11 മണി മുതൽ 5 മണി വരെ പാർക്ക് ആർക്കുള്ളതാ? വീടില്ലാത്തവന് താമസിക്കാനുള്ളതാ. ലാറ്റിൻ അമേരിക്കയിലോ? ലാറ്റിൻ അമേരിക്കയിൽ ജനസംഖ്യയിലെ വലിയൊരു ഭൂരിപക്ഷം വീടില്ല. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല, ആലോചിക്കാനാവില്ല. ഈ കേരളത്തിലോ? ഈ കേരളത്തിൽ വീടില്ലാത്ത എത്ര പേരുണ്ട്? ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കൂ. എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് എന്ന ചോദ്യത്തിന്റെ ഏറ്റവും വലിയ ഉത്തരം അതാ. ഇങ്ങനെയായിരുന്നോ കേരളം? ആദ്യത്തെ വോട്ടെടുപ്പ് വന്നപ്പോൾ നികുതി ഷീട്ടുള്ളവനെ വോട്ടുള്ളൂ. എത്ര പേർക്ക് വോട്ടുണ്ട്? 17% ആക്കാം. നികുതി ഷീട്ടുള്ളവനെ ഒരു കേസിൽ ജാമ്യം എടുക്കാൻ പറ്റൂ? നികുതി ഷീട്ടുള്ളവനെ കടം വാങ്ങാൻ പറ്റൂ? ഈ നികുതി ഷീട്ട് നമ്മളൊക്കെ കയ്യിലുണ്ടല്ലോ. എങ്ങനെ കിട്ടി? 1957 EMS ഗവൺമെന്റ് കൊണ്ടുവന്ന സമഗ്രമായ കാർഷിക പരിഷ്കരണവും 1970 കൊണ്ടുവന്ന 69 ഗവൺമെന്റ് കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമവുമാണ് നമ്മളെ നാട്ടിലെ കൃഷിക്കാരന് കൃഷിഭൂമി കൊടുത്തത്, കുടികിടപ്പുകാരന് അവരുടെ ഭൂമി കൊടുത്തത്. 32 ലക്ഷം കുടുംബങ്ങളാണ് അന്ന് ഈ കേരളത്തിലുള്ള മുഴുവൻ കുടുംബങ്ങൾ. എന്നുവെച്ചാൽ 1% വരുന്ന അതിസമ്പന്നരൊഴികെ 99% മനുഷ്യനും
മണ്ണിന്റെ അവകാശം കൊടുത്ത ലോക ചരിത്രത്തിലെ അപൂർവം ഗവൺമെന്റുകളിൽ ഒന്നാണ് ഈ CPM നേതൃത്വത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ കേരളം ഭരിച്ചത്. അതിന്റെ ഗുണമാണ്. ഇപ്പൊ 96% വീടുണ്ട്. വീടില്ലാത്തവർക്ക് ലൈഫ് പദ്ധതി കൊടുക്കുന്നുണ്ട്. കുറച്ചാക്കിഞ്ഞും ബാക്കിയുണ്ടാവും. അപ്പൊ മനോരമ അവിടെ ചെന്ന് നിൽക്കും. ഇല്ലാത്ത ഒരാളെ കിട്ടി, അതാണ് കൊടുത്തവരെണ്ണം അന്വേഷിച്ചിട്ടല്ല, കിട്ടിയ 10,000-ങ്ങളെ അന്വേഷിച്ചല്ല, കിട്ടിയ ലക്ഷങ്ങളെ അന്വേഷിച്ചല്ല, കിട്ടാതെ പോയ ഒരാളെ അന്വേഷിച്ച് അയ്യോ ഇവിടെ കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അവിടെ ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ സാധിക്കൂ? എല്ലാവർക്കും വീട് സർക്കാർ വഴി കൊടുക്കുന്ന ഏതെങ്കിലും സ്ഥലം ലോകത്തുണ്ടോ? എന്നാൽ ഇത്രയേറെ വീട് സാധാരണക്കാരുണ്ടായി കൊടുത്ത, ഭൂമി കൊടുത്ത മറ്റൊരു സ്ഥലം കേരളത്തിലുണ്ടോ? കേരളം അല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? വലിയ മാറ്റല്ലേ? ഇന്ത്യയിലെ ശരാശരി ആയുർ നിരക്കിനേക്കാളും 10 കൊല്ലം അധികമാണ് കേരളത്തിൽ ആയുർ നിരക്ക്. 10 കൊല്ലം. ഒരു ഇന്ത്യക്കാരൻ ജീവിക്കുന്നതിനേക്കാളും 10 കൊല്ലം ഒരു മലയാളി ജീവിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുന്നിൽ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് നടന്നവർ നടത്തിയ പോരാട്ടം വെറുതെ ആയിട്ടില്ല എന്ന് എപ്പോഴും അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ചരിത്ര നേട്ടമാണ്. രോഗചികിത്സ നോക്കും നിങ്ങൾ. ഇപ്പം ഞാൻ ഇന്നലെ പേപ്പറിൽ വായിച്ചു, ഒരു കുട്ടി പ്രസവിച്ചപ്പോൾ അംഗഭംഗം വന്നപ്പോൾ ഗവൺമെൻറ് അന്വേഷിക്കപ്പോൾ, ഗവൺമെൻറ് അന്വേഷിക്കുന്നുണ്ടല്ലോ, ആ കുട്ടിയുടെ ഒപ്പം ഉണ്ടല്ലോ ഗവൺമെൻറ്. ലോകത്ത് വേറെ എവിടെയും നടക്കുമോ? ഒരു സാധാരണക്കാരൻ അങ്ങനെ പറയാൻ കഴിയുന്നൊരു അന്തരീക്ഷം ഉണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ചികിത്സ ഇത്രയും ചെലവ് കുറഞ്ഞ് ലോകത്ത് എവിടെയും കിട്ടുമോ? ഉത്തരേന്ത്യയിൽ മുഴുവൻ നോക്കൂ, സ്കൂളുകൾ അടച്ചുപൂട്ടുകയാണ്. 10,000-കണക്കിന് സ്കൂളാണ് ഉത്തർപ്രദേശിൽ അടച്ചുപൂട്ടിയത്. ഹിമാചൽ പ്രദേശിൽ ഞാൻ 2 ദിവസം പോയിരുന്നു. 7,000 സ്കൂളാണ് ചെറിയ ഹിമാചൽ പ്രദേശിൽ അടച്ചുപൂട്ടിയത്. ഇന്ത്യ മുഴുവൻ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു സ്കൂൾ ഇവിടെ അടച്ചുപൂട്ടിയിട്ടുണ്ടോ? നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ നിലവാരം കൂടിയോ കുറഞ്ഞോ? ലോകത്തെ ഏറ്റവും മികച്ച പൊതുവിദ്യാഭ്യാസ നിലവാരമുള്ളത് ഈ കേരളത്തിലാണ്, യൂറോപ്യൻ രാജ്യങ്ങളിലല്ല. ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് നമ്മളതിനെ വളർത്തിയെടുത്തു കഴിഞ്ഞ 5 കൊല്ലത്തെ പിണറായി ഗവൺമെൻറ്. ഇപ്പൊ സർവകലാശാല വിദ്യാഭ്യാസ സ്ഥാനം മെച്ചപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുകയാണ്, ചെറിയ ചിലവിൽ. ലോകത്തെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക്, സ്കൂളിൽ ചേരുന്ന കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് 0 കേരളത്തിൽ. 0. 1-ാം ക്ലാസ്സിൽ ചേർന്നാൽ 10-ാം ക്ലാസ് വരെ എത്തും. ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? എന്തൊരു സാമൂഹ്യ വളർച്ചയാണ് കേരളം നേടിയത്. എന്നിട്ട് പറഞ്ഞു പ്രചരിപ്പിക്കുകയാണ് ഏറ്റവും മോശം കേരളം. അതാണ് സഹിക്കാൻ പറ്റാത്തത്. ഇവർ വേറെ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? എന്തൊരു കടന്നാക്രമണമാണ് ഇടതുപക്ഷത്തിന് നേരെ, ഇടതുപക്ഷ ഗവൺമെന്റിന് നേരെ. ഏതാ കാലം? ആ കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ നേടിയ നേട്ടങ്ങൾ മുഴുവൻ തകർക്കാൻ വലിയ തോതിൽ പരിശ്രമിക്കുന്ന കാലം. കേരളത്തിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇത്രയും വലിയ പ്രകൃതി ദുരന്തം ആ വയനാട്ടിൽ സംഭവിച്ചിട്ട് 1 ഉറുപ്പിക കേന്ദ്രം തന്നിട്ടില്ല. 1 ഉറുപ്പിക. കോടതി വരെ ചോദിച്ചു. സാധാരണ കോടതികൾ പലതും നമുക്ക് എതിരായും ചോദിക്കാറുണ്ട്. എന്താ ഉത്തരം? പൈസ തന്നു എന്നാണോ? അല്ലല്ലോ. എന്തൊരു അവഗണനയാണ് കേരളം നേരിടുന്നത്. BJP സംസ്ഥാനങ്ങളെ തമ്മിൽ വിവേചനം നടത്തുകയാണ്. സംസ്ഥാനങ്ങളുടെ ധനവിഭവത്തിൽ കൈയിട്ട് വരികയാണ്. സംസ്ഥാനങ്ങളുടെ ധനപരമായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയാണ്. GST നിയമം വഴി അത് കൂടുതൽ കർശനമാക്കിയിരിക്കുന്നു. വലിയ നഷ്ടമുണ്ടായ സംസ്ഥാനം കേരളമാണ്. എന്നിട്ട് നമ്മളിവിടെ തകർന്നു നിൽക്കുകയാണോ? നമ്മൾ സ്വന്തം വരുമാനം കണ്ടെത്തിയില്ലേ? ഏറ്റവും കൂടുതൽ സ്വന്തം വരുമാനം വർദ്ധിപ്പിച്ച ചരിത്രത്തിലെ കാലമാണ് 2ാം പിണറായി വിജയൻ ഗവൺമെന്റ്. കൂടുതൽ വിഭവം കണ്ടെത്തി. ഇത്രയേറെ അവഗണന ഉണ്ടായിട്ടും, ഭരിക്കാൻ സമ്മതിക്കാതിരുന്നിട്ടും, നമ്മളെ കടമെടുക്കാൻ അനുവദിക്കാതിരുന്നിട്ടും കേരളത്തിൻ്റെ ഒരു വികസന പ്രവർത്തനവും നിർത്തിവെച്ചില്ല. ഒരു ദിവസവും ഇവിടെ ശമ്പളം കൊടുക്കാതിരുന്നിട്ടില്ല. ഞാൻ ഹിമാചൽ പ്രദേശിൽ നിന്നാണ് വരുന്നത്. അവിടെ ശമ്പളം കൊടുക്കുന്നില്ല. പല സംസ്ഥാനങ്ങളിലും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, നേരത്തിന് കൊടുക്കില്ല. കേരളത്തിലോ എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയില്ലേ? ചരിത്രത്തിലെ ഏറ്റവും വലിയ ദേശീയപാത നിർമ്മാണം ഇപ്പോൾ കേരളത്തിൽ നടക്കല്ലേ? 650 കിലോമീറ്റർ നീളത്തിൽ 6 വരിപ്പാതയും ആ 6 വരിപ്പാതയുടെ 2 ഭാഗത്തും സമാന്തരമായ സർവീസ് റോഡുകളുമുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയപാത നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലാണ്. 70% പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ 1 ഇഞ്ച് റോഡ് പണിയാൻ, 1 ഇഞ്ച് സ്ഥലമെടുക്കാനോ റോഡ് പണിയാനോ കഴിയാതെ പോയ ഈ കേരളത്തിലാണ്
650 കിലോമീറ്റർ നീളത്തിൽ മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ദേശീയപാത ഏറ്റവും വേഗത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തിലാണ് അത് രൂപപ്പെട്ടിരിക്കുന്നത്. എതിർക്കാൻ പോയില്ലേ ജമാഅത്ത് ഇസ്ലാമി? ജമാഅത്ത് ഇസ്ലാമിയുടെ വാലും പിടിച്ചു പോയില്ലേ ലീഗ്? മലപ്പുറം ജില്ലയിൽ കൂടി ഈ ദേശീയപാത പോകാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചില്ലേ? വയസ്സന്മാരെ നിർത്തുക, അതിൻ്റെ മുന്നിൽ സ്ത്രീകളെ നിർത്തുക, അതിൻ്റെ മുന്നിൽ കുട്ടികളെ നിർത്തുക എന്ന തീവ്രവാദ ശൈലിയിലുള്ള ആക്രമണ രീതിയിലുള്ള സമരം പോലും സംഘടിപ്പിച്ചില്ലേ ഈ മലപ്പുറം ജില്ലയിൽ? എന്നാൽ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദേശീയപാത ഏറ്റവും ആദ്യം പൂർത്തീകരിക്കുക മലപ്പുറം ജില്ലയിലാണ് എന്ന വാർത്ത വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തൊരു വ്യത്യാസമാണ്! ഏറ്റവും വേഗതയിൽ ദേശീയപാത പണിയുന്നതും മലപ്പുറത്ത്. ഏറ്റവും ആദ്യം ഈ വരുന്ന ഡിസംബറിൽ മലപ്പുറം ജില്ലയിൽ രാമനാട്ടുകര മുതൽ പൊന്നാനി വരെയുള്ള ഭാഗത്ത് 4 വരിപ്പാത പൂർത്തീകരിക്കാൻ പോകുന്നു എന്നുള്ള, അതിൽ ഏറ്റവും മനോഹരമായ റോഡ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള, കരയിലൂടെയുള്ള ഏറ്റവും വലിയ പാലം നിർമ്മിച്ചിട്ടുള്ള ആ റോഡ് മലപ്പുറം ജില്ലയിലാണ് എന്ന വ്യത്യസ്തങ്ങളായ പ്രത്യേകതകളോടുകൂടി ആ റോഡ് ഉണ്ടാവുകയാണ്. അതാണ് നമ്മൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ. എന്നാൽ 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ സമ്മതിക്കൂല എന്നുള്ള നിലയ്ക്ക് വലിയ അതിക്രമം നടത്തുകയാണ്. ഗവർണർക്ക് എന്താ അധികാരം? ഗവർണറുടെ അധികാരം സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണത്തെ സഹായിക്കുക എന്നുള്ളതാണ്. അവർ പാസ്സാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. നിയമം പാസ്സാക്കിയാൽ അടിയിൽ ഒപ്പിടുക എന്നുള്ളതാണ്. ഭരണഘടന പറഞ്ഞതിൻ്റെ അപ്പുറത്തുള്ള സമീപനം കേരളത്തിലെ ഗവർണർ സ്വീകരിക്കില്ലേ? അദ്ദേഹം വൈസ് ചാൻസലർമാരെ നിയമിക്കുക, അദ്ദേഹത്തിന് ഇവിടുന്ന് പേരിട്ടി. ഈ BJP കാരൻ്റെ പേര് ഇയാൾക്ക് എവിടുന്ന് കിട്ടി? ഗവർണർക്ക് എന്ത് കടലാസ് ഇട്ടണമെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണ്ടേ? അല്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കടലാസം വെച്ചിട്ട് സംസ്ഥാനം ഭരിക്കാൻ പറ്റുമോ? അത് ഭരണഘടനാ ലംഘനമല്ലേ? ആ ഭരണഘടനാ ലംഘനം കേരളത്തിൽ നിരന്തരം നടത്തല്ലേ? ആ ഭരണഘടനാ ലംഘനം നടത്തുന്ന ഗവർണർക്ക് അഭിവാദ്യം അർപ്പിക്കല്ലേ ഇവിടുത്തെ UDF അല്ലേ? ഏതെങ്കിലും പത്രത്തിൽ നിങ്ങൾ ഈ ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധ ചേരിക്ക് പ്രവർത്തനത്തിനെതിരായിട്ടൊരു ചർച്ച കണ്ടോ? 9 മണി ചർച്ചയിൽ ആ ഗവർണർ ജനാധിപത്യം ലംഘിക്കുകയാണ്, ഭരണഘടന ലംഘിക്കുകയാണെന്ന് ആരെങ്കിലും ചർച്ച ചെയ്തോ? എന്താ കാര്യം? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാക്കി രാജ്ഭവനെ മാറ്റിയിരിക്കുന്ന ഗവർണറെ കൊണ്ട് അങ്ങനെ ജയിപ്പിച്ചിട്ടാണെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയെങ്ങ് തകർത്തേക്കാം എന്നുള്ള നിലയിൽ രൂപപ്പെട്ട കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ ഗൂഢാലോചനയാണത്. ഒരു കാര്യമേ പറയാനുള്ളൂ, ഇത്ര വലിയ ഗൂഢാലോചന നടത്തിയാലും കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറ തകർക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല, ഞങ്ങൾ അതിനെ അനുവദിക്കില്ല എന്ന് തന്നെയാണ്. അതൊരു സമരം, അതിപ്പോൾ നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പോവുക. അത് ഗൗരവമുള്ള കാര്യമാണ്. ആ നിലയിൽ കാര്യങ്ങൾ നീക്കാനുള്ള ശ്രമമാണ്. ഇടതുപക്ഷ അടിത്തറയെ തകർക്കും ഞങ്ങൾ, അതാണ് നിങ്ങളുടെ നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന പ്രവർത്തനം. എല്ലാവരെയും ഒന്നിപ്പിച്ചിട്ടുണ്ട്, എല്ലാവരെയും. ഭൂരിപക്ഷ വർഗീയത അങ്ങേപ്പുറത്തെ ശക്തിപ്പെടുത്തി BJP എല്ലാ നിലയിലും സമൂഹത്തെ നശിപ്പിക്കുമ്പോൾ ന്യൂനപക്ഷ വർഗീയതക്കാർ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനം എന്താ? ന്യൂനപക്ഷ വർഗീയവാദികൾ, ജമാഅത്ത് ഇസ്ലാമി, SDPI, ലീഗ് ഒക്കെ ഇപ്പം ചെയ്യണത് എന്താ? ഒരുമിച്ച് കൂടിയിരിക്കുകയല്ലേ നമ്മുടെ നാട്ടിൽ? കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കണം. അതിന് ഞങ്ങൾ RSSന്റെ ഒപ്പം കൂടും, ഞങ്ങൾ കോൺഗ്രസിന്റെ കൂടെ കൂടും, ഞങ്ങളെല്ലാം ഒരുമിക്കും എന്നിട്ടിങ്ങനെ നിന്നിട്ട് ഇങ്ങേ തലക്കില് SDPI, തൊട്ടപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമി, നടുക്ക് ലീഗ് ഇങ്ങനെ നടുക്ക് നിൽക്കുക. ഈ 2 ശക്തികളെ അങ്ങോട്ട് കൂട്ടിച്ചേർക്കാൻ, കോൺഗ്രസിന് എല്ലാ സഹായവും ചെയ്യിക്കാൻ അവിടെ ലീഗും നിൽക്കുക. അങ്ങേ തലക്കില് മോദി, കേന്ദ്ര ഗവൺമെന്റ്, ഗവർണർ എല്ലാവരും കൂടി കൈകോർത്ത് പിടിച്ചിരിക്കുക. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 60-ൽ വിമോചന സമരം നടത്തിയിട്ട് അന്ന് നടത്തിയതിൻ്റെ ഓർമ്മയിൽ ഇനി ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ ഞങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഇല്ലാതാക്കും, തകർക്കും എന്ന ഭീഷണി അവരങ്ങ് ഉയർത്തിയിരിക്കുക. ന്യൂനപക്ഷ വർഗീയതയുടെ പിന്നിൽ പോയാൽ ലീഗൊക്കെ മനസ്സിലായിക്കൊള്ളണം, വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പം സ്വീകരിച്ച നിലപാടിന് ലീഗ് നല്ല വില കൊടുക്കേണ്ടി വരും. ജമാഅത്തെ ഇസ്ലാമിക്കും SDPIക്കും ന്യൂനപക്ഷ തീവ്ര സ്വഭാവമുള്ള വർഗീയതക്കും മാന്യത കൊടുത്ത് സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന കൈപിടിച്ചു കൊണ്ടുവരികയാണ്. രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അധികാരം ലീഗിന് പോയി, ഒരു 5 കൊല്ലം പോയി, ഇപ്പൊ 10 കൊല്ലം തികയാൻ പോവാണ്. ഇനി അതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല എന്ന ബോധ്യത്തിൽ നിന്ന് ഏറ്റവും ഹീനമായ മുസ്ലിം വർഗീയ മേഖലയിലെ തകരാറ് പിടിച്ച സംഘടനകളുമായി സഖ്യമുണ്ടാക്കിക്കൊണ്ട് സമൂഹത്തിൽ അപകടമുണ്ടാക്കുകയാണ്. RSSന്റെ വർഗീയതക്ക് ഇപ്പുറത്തൊരു വർഗീയത ഉണ്ടാക്കുക എന്നുള്ള ഞങ്ങളുടെ മൗലിക അവകാശമാണ് എന്ന് കരുതിയാണോ പ്രവർത്തിക്കേണ്ടത്?
അത്തരം ശക്തികൾ ആരെ സഹായിക്കും? RSSനെ സഹായിക്കില്ലേ? RSSനെ സഹായിക്കില്ലേ? ഇപ്പൊ ഇതൊരു സ്ഥിരം കാഴ്ചയല്ലേ? പാലക്കാട്ട് നമ്മൾ കണ്ടില്ലേ തെരഞ്ഞെടുപ്പിൽ? ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ? താൽക്കാലികമായ ലാഭത്തിന് വേണ്ടിയിട്ട് മുസ്ലിം സമുദായത്തിലെ തീവ്രവർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് ലീഗ് സ്വീകരിച്ചാൽ ലീഗിന് ഗുണം ചെയ്യോ? മുസ്ലിം സമുദായത്തിന് ഗുണം ചെയ്യോ? എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്, മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷം ആളുകൾ ആ നിലപാടിനെ അനുകൂലിക്കില്ല. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന ഈ മലപ്പുറം ജില്ലയിലെ ജനത അതിനെ അംഗീകരിക്കുകയില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഇപ്പൊ അങ്ങനെ ഉണ്ടേ, മലപ്പുറത്തിന്റെ ചെലവിലൊരു വകയത് കൂടി ഉണ്ടാക്കാം എന്ന് ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഈ നാട് തെളിയിക്കാൻ പോകുന്നത് ഞങ്ങൾ മതനിരപേക്ഷ ചേരിയിലാണ് എന്നത് തന്നെയാണ്. അപ്പൊ വളരെ ആപത്ത് പിടിച്ച കാലം, വളരെ ജാഗ്രതയോടുകൂടി കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കേണ്ട ഒരു കാലം. ആ നിലയിൽ CPIM ഈ ചരിത്ര സന്ദർഭത്തെ ഗൗരവപൂർവ്വം പരിശോധിക്കുകയാണ്. ആ പരിശോധനയിൽ നമ്മുടെ സമൂഹഘടനയിൽ വന്ന പ്രശ്നങ്ങൾ, ലോകഘടനയുടെ പ്രത്യേകതകൾ, ഇതിനൊക്കെ ഞങ്ങൾ പരിശോധിക്കും ഈ സമ്മേളനം. ലോകത്ത് വലതുപക്ഷം വളരുന്നുണ്ട്, വലതുപക്ഷത്തിൻ്റെ തീവ്രമായ ചില ബോധങ്ങൾ വളരുന്നുണ്ട്. ഇസ്ലാമോഫോബിയ വളർത്തുന്നുണ്ട്, മുസ്ലിം വിരുദ്ധത. ഇതൊക്കെ മുതലാളിത്തത്തിൻ്റെ പുതിയ പ്രവർത്തന ശൈലിയാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഈ ലോകത്ത് തൊഴിലാളികളുടെ വലിയ സമരങ്ങൾ ശക്തിപ്പെടുന്നുണ്ട്. ചെറുതല്ലാത്ത തരത്തിൽ ആ സമരങ്ങളുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പണ്ട് സമരങ്ങളില്ലാതിരുന്നിടത്തെല്ലാം ഇപ്പോൾ സമരങ്ങൾ ശക്തിപ്പെടുകയാണ്. അമേരിക്കൻ ഐക്യനാടുകളിൽ തൊഴിലാളികളുടെ സമരങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലാറ്റിൻ അമേരിക്കയിലെ എത്ര രാജ്യങ്ങളിലാണ് അമേരിക്കൻ വിരുദ്ധ ഗവൺമെന്റുകൾ അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണ്. ഭൂരിപക്ഷം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഇപ്പോൾ അമേരിക്കൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റുകളാണ്. മെക്സിക്കോ വരെ പൊതുവെ ഇടതുപക്ഷാനുകൂലമായ ഗവൺമെന്റുകൾ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞു. അമേരിക്കയുടെ തൊട്ട് മുന്നിലാണത്. അതൊരു പ്രത്യേകതയില്ലേ? ശക്തിപ്പെടുന്ന സമരങ്ങൾ. അങ്ങേപ്പുറത്ത് ചൈനയെ ദുർബലപ്പെടുത്താൻ വലിയ പരിശ്രമം അമേരിക്ക നടത്തുന്നുണ്ട്. എല്ലാം ചൈന വിരുദ്ധമാക്കുകയാണ്. പക്ഷേ ചൈനയെ മായ്ച്ചു കളയാൻ കഴിയുമോ? ഇപ്പൊ ട്രംപ് വന്നു, ചൈനയിലെ ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തുകയാണ്. ചൈനയിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് കാറുകൾ വലിയ നികുതിയാണ് ചുമത്തിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്പ്. പക്ഷേ യൂറോപ്പിൽ നിന്ന് ഇന്നലെ ഒരു വാർത്ത വന്നു. എന്താ? യൂറോപ്പിൽ പ്രോത്സാഹിപ്പിച്ചുണ്ടാക്കിയ ഇലക്ട്രിക് കാറുകൾ, അതിൻ്റെ ബാറ്ററികൾ ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അത്ര ഗുണമില്ലാത്തതാണെന്ന് തെളിഞ്ഞു. ആ യൂറോപ്യൻ കമ്പനി പൂട്ടാൻ പോവുക. ചൈനയെ ഉപേക്ഷിച്ചുകൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? ലോകത്തെ ഏറ്റവും മികച്ച ഇലക്ട്രിക് വാഹന നിർമ്മാണ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യമാണ് ചൈന. ടെലികമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോണിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെടുത്തി ചൈനയിൽ നിന്നുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ നമുക്കാർക്കെങ്കിലും മൊബൈൽ ഫോൺ ഉണ്ടാക്കാൻ കഴിയും? ലോകത്തിലെ ഏറ്റവും മികച്ച അതിൻ്റെ ഉൽപ്പാദകന്മാർ ചൈനയില്ലേ? ആ നാട് സാങ്കേതികമായി വളർന്നു, അതിൻ്റെ ഭാഗമായി സാമ്പത്തികമായി വളർന്നു, ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തി. അതങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അവിടുത്തെ വ്യവസ്ഥ, അധികാരം കമ്മ്യൂണിസ്റ്റുകാർക്കാണ്. സോവിയറ്റ് യൂണിയൻ തകർത്തപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാതാവുമെന്ന്, ഇനി കമ്മ്യൂണിസം മെച്ചപ്പെടില്ല എന്നും കരുതുന്നവരുടെ മുന്നിലേക്ക് അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുകയും സമ്പദ്ഘടന മോശമാവുകയും ചെയ്യുമ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട സമ്പദ്ഘടനയും വളർച്ചയും ആഭ്യന്തര കമ്പോളവും ശാസ്ത്ര സാങ്കേതിക വളർച്ചയും വിന്യാസവും അതുവഴിയുള്ള വ്യാവസായിക മുന്നേറ്റവും എല്ലാം തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് അവർ. പുതിയ കാലമാണ്, AI സാങ്കേതികവിദ്യ വരികയാണ്. അവർ നന്നായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ലോകത്തിൻ്റെ മറ്റൊരു കാഴ്ചയാണത്. നമ്മുടെ തൊട്ടപ്പുറത്ത് വടക്കേ ഭാഗത്ത് നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത്. തെക്ക് ഇവിടെ ശ്രീലങ്കയിൽ, ഞാനൊരു 10 കൊല്ലം മുമ്പ് ശ്രീലങ്കയിൽ പോയിരുന്നു. 10 കൊല്ലം മുമ്പ് ശ്രീലങ്കയിൽ പോയപ്പോൾ പാർട്ടി നിർദ്ദേശിച്ചനുസരിച്ച് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് JVP എന്ന് പറയുന്ന പാർട്ടിയുടെ ഓഫീസിൽ പോയി. ജനതാ വിമുക്തി പെരുമുന. നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ ചില നയങ്ങളെ സംബന്ധിച്ച്. അവിടെ പോയിരുന്നവരോട് ചർച്ച നടത്തി. ചെറിയ തോതിലുള്ള പ്രവർത്തനം തുടങ്ങിയെന്ന് മെച്ചപ്പെടുത്തിയിരിക്കുകയാണ് അവർ. പഴയ തീവ്ര സ്വഭാവമുള്ള ഒരു പ്രവർത്തന രീതിയല്ല, ജനാധിപത്യ രീതിയിലേക്കുള്ള വലിയ മാറ്റമാണ് ഞങ്ങൾ വരുത്തുന്നത്. അവിടുത്തെ സെക്രട്ടറി എന്നോട് ഇങ്ങനെ സംസാരിക്കുക,
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ഒന്നൊഴിയാതെ എല്ലാ അംഗങ്ങളെയും എതിരാളികൾ കൊലപ്പെടുത്തിയ ഒരു പാർട്ടിയാണത്. വലിയ ത്യാഗം നേരിട്ട പാർട്ടിയാണ്. ഞങ്ങൾ ഇവിടുത്തെ പ്രത്യേകതകളിൽ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുന്ന കുറേ നയങ്ങളുമായി ക്ഷമാപൂർവ്വം പ്രവർത്തിക്കുകയാണ്. ഞാനവിടെ പോയപ്പോൾ കണ്ടത് അവിടുത്തെ ചെറുപ്പക്കാർ ധാരാളമായിട്ട് ആ JVP-യുടെ ഭാഗമായി നിൽക്കുന്നതാണ്. ഇപ്പോൾ ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞു. ഇപ്പം ഉണ്ടായ അനുഭവം എന്താ? വലിയ സാമ്പത്തിക തകർച്ചയിലെത്തിയ ആ നാട്ടിൽ നിന്ന് ഇടതുപക്ഷക്കാരൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടെ നോക്കിയാൽ കാണുന്ന ദൂരത്താട്ടോ, തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ശ്രീലങ്കേൻ്റെ കര കാണാം. അവിടെയാണ് ഒരു ചെങ്കൊടി ഉയർത്തിക്കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പ്രസിഡന്റായിരിക്കുന്നത്. പാർലമെന്റിൽ 3 അംഗങ്ങളായിരുന്നു. 3 അവിടുത്തെ പ്രമാണിവർഗം കുടുംബാധിപത്യത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് മത്സരിച്ചെത്താനാവില്ല. 3 സീറ്റിലാണ് ജയിച്ചത്. എന്നാൽ ഇപ്പോൾ പ്രസിഡന്റ് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് നടന്ന് 62% വോട്ടും വാങ്ങി 3-ൽ 2 സീറ്റും വാങ്ങി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു ഗവൺമെന്റ് ഇതാ തൊട്ടടുത്ത ശ്രീലങ്കയിൽ വന്നിരിക്കുക. മായ്ക്കാൻ കഴിയുമോ ഇടതുപക്ഷത്തെ? ഇല്ലാതാക്കാൻ കഴിയുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ? ആ ധാരണ വേണ്ട. അത് അസാധ്യമാണ്. കാരണം തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഒരു ശാസ്ത്രമാണ്. അത് സാമൂഹ്യ വികാസ നിയമങ്ങളുടെ വർഗസമരത്തിൻ്റെ ശാസ്ത്രമാണ്. സമൂഹ മുന്നേറ്റം സംബന്ധിച്ചുള്ള വ്യക്തതകളാണ് കമ്മ്യൂണിസ്റ്റുകാരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രമാണി വർഗത്തെ തോൽപ്പിക്കാൻ തൊഴിലാളി വർഗത്തിന് കഴിയുമെന്ന ഉത്തമ വിശ്വാസം കേവലമായ ആഗ്രഹ പ്രകടനമല്ല, പ്രായോഗികമായി പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാർ തെളിയിച്ചതാണ്. കിട്ടിയ ചെറിയ അധികാരം കൊണ്ട് കേരളത്തിലെ CPIM തെളിയിച്ചതാണ്. ആ നന്മയുടെ രാഷ്ട്രീയത്തെ തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്നവരാണ് തോൽക്കുക. ഞങ്ങളതിനെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് തെളിയിക്കേണ്ട പോരാട്ട സമരങ്ങളുടെ ദിവസങ്ങളാണ് തൊട്ടു മുന്നിൽ വന്നിരിക്കുന്നത്. അതാണ് ഈ സമ്മേളനങ്ങൾ ചർച്ച ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ബൂർഷ്വാ സമൂഹത്തിന് വന്നു ചേർന്നിട്ടുള്ള ഒരുപാട് അപജയങ്ങളുണ്ട്. പഴയതുപോലെയുള്ള ഒരു സ്വഭാവമല്ല നമ്മുടെ സമൂഹത്തിൽ. വലിയ അത്യാഗ്രഹങ്ങളുടെ ഒരു സമൂഹമാണ്. എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനാകുമോ എന്നന്വേഷിക്കുന്ന ഒരു സമൂഹമാണ്. മുതലാളിത്ത മൂല്യബോധത്തിൻ്റെ സമൂഹമാണ്. അതിൻ്റെ ഒരുപാട് തകരാറുകൾ നമ്മുടെ സമൂഹം അനുഭവിക്കുന്നു, ലോകം അനുഭവിക്കുന്നുണ്ട്. വാർദ്ധക്യം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഭയാനകമായ ഒന്നാണ്. നോക്കാൻ ആളുണ്ടാവില്ല. നോക്കാൻ ആളില്ലാത്തത് മകൻ ആഗ്രഹമുണ്ടെങ്കിലും ചില ഒത്തുപോകില്ല, അച്ഛനെ നോക്കാനാവില്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് വാർദ്ധക്യം വളരെ ഭീഷണമായ ഒന്നാണ്. ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ ലോകത്തിന് വാർദ്ധക്യം വരികയാണ്. ഈ AI സാങ്കേതിക വിദ്യ വരികയും അത് ആരോഗ്യ മേഖലയിൽ പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ ഒരു 10-25 കൊല്ലം കൊണ്ട് ഒരു ശരാശരി നിരക്ക് 100 കൊല്ലം പോവുക. 100 വയസ്സായ മനുഷ്യന്മാർ ഇപ്പം നമ്മുടെ നാട്ടിൽ കൂടി നടക്കും. നോം ചോംസ്കി എന്ന് പറയുന്ന ഇന്ന് ലോകത്തുള്ള ഏറ്റവും ദീക്ഷണാശാലിയായ മുതലാളിത്ത വിരുദ്ധമായ പ്രഭാഷണങ്ങൾ നടത്തുന്ന ചോംസ്കിക്ക് 95 വയസ്സ് കഴിഞ്ഞു. അമേരിക്കയിലാണ്. 95 വയസ്സിലും ഇപ്പം തന്നെ ചോംസ്കിയെ പോലുള്ള ആളുകൾ ദീക്ഷണാപരമായ കരുത്തുമായി ജീവിക്കുകയാണ്. ഒരു 25 കൊല്ലം കഴിയുമ്പോൾ നിരക്ക് 100 പിന്നെ ഒരു 25 കൊല്ലം കഴിയുമ്പോഴോ 150. മനസ്സിലായോ? 150 വയസ്സായാണ് ആനമങ്ങാട്ട് കൂടി കയ്യും വീശി ഇങ്ങനെ പോണ ദിവസത്തിന് അധികം കാത്തിരിക്കേണ്ടതില്ല. മനുഷ്യനുള്ള വിശ്വാസമാണ്, ശാസ്ത്രത്തിനുള്ള വിശ്വാസമാണ്, ശാസ്ത്രത്തിൻ്റെ വളർച്ചയാണ്. ആ ലോകത്തിലേക്ക് പോവുകയാണ്. ആ ലോകത്ത് വയസ്സൻ തിരസ്കരിക്കപ്പെട്ടാലോ? സംഭവിക്കാൻ പാടില്ലല്ലോ. എല്ലാവർക്കും നല്ല നിലയിൽ ജീവിക്കാൻ കഴിയുന്ന കാലം ഉണ്ടാവണം. അതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടാവണം. പക്ഷേ ഇന്നത്തെ ഒരു പരിസ്ഥിതിയിൽ നമുക്കതിന് പറ്റുന്നില്ല. സമൂഹത്തിന് പല പെശകളും തെറ്റുകളും പറ്റും, അത്യാഗ്രഹങ്ങളുണ്ടാവും. അതിൻ്റെ ചിലത് ഞങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വരും, ചിലത് ചെറിയ തോതിൽ. പാടില്ല. ഈ സമൂഹത്തിലെ ഏറ്റവും മാതൃകാപരമായ ജീവിതചര്യകൾ ഉയർത്തിപ്പിടിക്കണം എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളും എന്ന കാര്യത്തിൽ നല്ല നിർബന്ധ ബുദ്ധിയുള്ള പാർട്ടിയാണ് CPIM. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കെല്ലാം വന്നു വരാനിടയില്ല അത്തരം പരിമിതികളെ സംബന്ധിച്ച് അത് തിരുത്തണം. ഞങ്ങളുടെ സമ്മേളനങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ അംഗങ്ങളുടെ മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിമിതികളുണ്ടോ എന്നും അത് തിരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഗൗരവപൂർവ്വം പരിശോധിക്കുന്ന സമ്മേളനമാണ്. സമൂഹത്തിലെ സാധാരണക്കാരന് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിക്കുന്നത്. ഈ സമൂഹത്തിലെ ഏറ്റവും ദുർബലനായ മനുഷ്യൻ്റെ ഒപ്പമാണ് അന്ത്യനിമിഷം വരെ കമ്മ്യൂണിസ്റ്റുകാർ നിലയുറപ്പിക്കുക. അവരുടെ ആത്മവിശ്വാസമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്ത്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ദുർബലനും സാധാരണക്കാരനുമായ മനുഷ്യൻ തോന്നുന്നിടത്ത് ഇല്ല,
ഒരു പ്രതീക്ഷയുണ്ട് എന്നവർക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുക ഉയർന്നു പറക്കുന്ന ഒരു ചെങ്കുടി കാണുമ്പോഴാണ്. ആ പ്രതീക്ഷയ്ക്ക് ഒരു തകരാറും സംഭവിച്ചുകൂടുക എന്ന ജാഗ്രതയോടുകൂടിയാണ് ഈ CPIM പ്രവർത്തിക്കുന്നത്. ആ നിലയിൽ ഞങ്ങളുടെ സമ്മേളനങ്ങൾ ഇന്നത്തെ നിലയിൽ വളരെയേറെ ദരിദ്രരും അവശരുമുള്ള ഇന്ത്യൻ സമൂഹത്തിൻ്റെ വലിയൊരു ഗതിമാറ്റത്തിന്, വലിയ പോരാട്ട സമരങ്ങൾ തുറന്നു വെക്കാൻ, കൃഷിക്കാരുടെയും തൊഴിലാളിയുടെയും ഐക്യവും സമരവീര്യവും രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള അന്വേഷണങ്ങളുടെ ഒരു ചർച്ചയും തീരുമാനങ്ങളുമാണ് 24ാം ദേശീയ സമ്മേളനം സ്വീകരിക്കാൻ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ജാഗ്രതയോടുകൂടി ഈ വലതുപക്ഷ ഗൂഢാലോചന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലത്തെ പോരാട്ട സമര വീര്യങ്ങളിലൂടെ, നമ്മുടെ നാട്ടിലുണ്ടായ നവോത്ഥാന സമരങ്ങളിലൂടെ, ഐക്യത്തിനും അന്ധവിശ്വാസങ്ങൾക്കുമെതിരായ സമരത്തിൽ, ജന്മിത്വത്തിനെതിരായ സമരത്തിൽ, അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടത്തിൽ വ്യത്യസ്തങ്ങളായ കടന്നാക്രമണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് നേടിയെടുത്ത ആ കരുത്തിൻ്റെ ബലത്തിൽ കേരളത്തിലുണ്ടാക്കിയ ഇടതുപക്ഷ മുന്നേറ്റത്തെ തകർത്തേക്കാം എന്നുള്ള നിലയിൽ വലതുപക്ഷം നടത്തുന്ന എല്ലാ ഗൂഢാലോചനകളെയും തികഞ്ഞ ജാഗ്രതയോടുകൂടി പരിശോധിച്ച് അതിനെ തിരുത്തി അതിനെ തോൽപ്പിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോയി ഇന്ത്യയിലാകെ ഇടതുപക്ഷം കൂടുതൽ കരുത്താർജിക്കുന്ന ദിവസങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. വിദൂരമായ കാലത്തല്ല, അനധിവിദൂരമായ കാലത്ത് തന്നെ ഇന്ത്യയിൽ തൊഴിലാളി വർഗ മുന്നേറ്റത്തിൻ്റെ വലിയ സമര പോരാട്ട പോർമുഖങ്ങൾ CPIM-ൻ്റെയും ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ തുറക്കും എന്ന കാര്യത്തിൽ യാതൊരു ആത്മവിശ്വാസക്കുറവും ഈ പാർട്ടിക്കില്ല. ആ സമര പോരാട്ടങ്ങൾ നടപ്പിലാക്കാൻ ഞങ്ങളെ സഹായിക്കുക എൻ്റെ മുന്നിലിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് എന്ന ഉത്തമമായ വിശ്വാസത്തോടു കൂടി, നല്ല ഉറച്ച കാൽവെപ്പോടെ, ശരിയായ പ്രത്യയശാസ്ത്ര തെളിമയോടെ ഈ CPIM മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.